ടു സ്റ്റുഡന്റ് ഇന്ന് നമ്മളിപ്പോൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ഓരോ ചാപ്റ്ററിന്റെയും ഫോക്കസ് ടോപ്പിക്കിന്റെ ഡീറ്റെയിൽ വേർഷൻ ദാറ്റ് ഓരോ ടോപ്പിക്സും എക്സ്പ്ലെയിൻ ചെയ്തുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയ എന്നുള്ളൊരു വീഡിയോ അപ്ലോഡഡ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റിന്റെ ഫോക്കസ് ഏരിയ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ അപ്ലോഡഡ് ആണ്. ദിസ് ഇസ് സൊല്യൂഷൻ. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ അല്ലെ? ഇതിനകത്ത് കുറവ് ഫോക്കസ് ടോപ്പിക്സേ ഉള്ളൂ. ദാറ്റ് ഈസ് ഒരുപാട് എണ്ണം ഫോക്കസ് ടോപ്പിക്സ് ഇല്ല, പക്ഷെ ഓരോ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ലെങ്തി ആണ് ഓരോന്നും. ഒന്നാമത്തെ എടുക്കുകയാണെങ്കിൽ സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സ് ആണ്. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സ്. ലിക്വിഡുകളിൽ ഗ്യാസ് എങ്ങനെ സോല്യൂബിൾ ആവുന്നു എന്നതിനാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കറിയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ആണ് അല്ലെ? ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ആയതുകൊണ്ടാണ് അക്വാട്ടിക് ഓർഗാനിസത്തിന് നമുക്ക് ശ്വസിക്കാനൊക്കെ പറ്റുന്നത് അല്ലെ? അപ്പൊ ഓക്സിജൻ അതായത് ഗ്യാസ് ലിക്വിഡ് അതായത് വെള്ളത്തിൽ എന്താണ് ഡിസോൾവ് ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ ഒരുപാട് ഗ്യാസസും ഒരുപാട് ലിക്വിഡുകളിൽ എന്താവുന്നുണ്ട്, ഡിസോൾവ് ആവാറുണ്ട് അല്ലെ? ഇതിന്റെ ബേസിസിൽ വന്ന ഒരു അല്ലെങ്കിൽ എന്താ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആ സൊല്യൂബിലിറ്റി ഇല്ലേ, അതായത് ആ ഒരു പെർട്ടിക്കുലർ ലിക്വിഡിൽ ആ ഒരു ഗ്യാസ് അലിയുന്നതിനുള്ള ആ ഒരു സൊല്യൂബിലിറ്റി രണ്ട് കാര്യത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഇസ് പ്രഷർ ആൻഡ് രണ്ടാമത്തെ കാര്യം ഇസ് ടെമ്പറേച്ചർ. ഒന്നാമത്തെ കാര്യം പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഏതൊരു ഗ്യാസും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ആവുക അല്ലെങ്കിൽ സൊല്യൂബിൾ ആവുക. അതിൽ ആദ്യത്തെ കേസാണ് പ്രഷർ അല്ലെ? പ്രഷർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂടുന്തോറും സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സ് കൂടുന്നു. ഓക്കെ, നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സോഡ വാട്ടറിന്റെ കേസ്. നമ്മളിപ്പോൾ കുടിക്കുന്ന ഏതിപ്പോൾ സോഡ വാട്ടർ എടുത്താലും അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് ഹൈ പ്രഷറിൽ സീൽ ചെയ്ത ബോട്ടിൽസ് ആണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് അല്ലെ, സോഡ വാട്ടർ കുടിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അതിലേക്ക് ഹൈ പ്രഷർ കൊടുത്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലേക്ക് ഡിസോൾവ് ആവുള്ളൂ. വളരെ ചെറിയ പ്രഷർ കൊടുത്താലൊന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആവില്ല. സോ വളരെ വലിയ ഒരു ഹൈ പ്രഷർ കൊടുത്തിട്ടാണ് ഓരോ സോഡ വാട്ടർ ബോട്ടിൽസിലേക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് സോല്യൂബിൾ ആക്കുന്നത്. സോ വെൻ പ്രഷർ ഇൻക്രീസസ് solubility of gas increases നമുക്ക് പറയാൻ പറ്റും അല്ലെ? അതിന്റെ ബേസിസിലുള്ള സയന്റിസ്റ്റ് നമുക്ക് ഒരു ലോ ആണ്, അതായത് ഹെൻറീസ് ലോ അല്ലെ? ഹെൻറീസ് ലോന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഹെൻറീസ് ലോ എന്താണ് പറയുന്നത്, പ്രഷറും സോല്യൂബിലിറ്റിയും എങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ആദ്യത്തെ സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഹെൻറി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്. ഓക്കെ, ലോ ഞാൻ വായിക്കാം. At constant temperature, solubility of a gas in a liquid is directly proportional to partial pressure of the gas. വളരെ എളുപ്പമാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിന്റെ ഒരു ലിക്വിഡിലുള്ള സോല്യൂബിലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അതിന്റെ എന്തിനോട് പ്രപ്പോർഷണൽ ആണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസിനോട് പ്രപ്പോർഷണൽ ആണ്. അതാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, സോല്യൂബിലിറ്റി ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ നമുക്ക് പറയാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് ഒരു ബീക്കർ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വെസൽ എടുത്തു, അതിനകത്തേക്ക് താഴെ ഒരു സൊല്യൂഷന് മേലെ ഞാൻ ഗ്യാസ് ഇതാക്കിയിട്ടുണ്ട്, മേലെ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഓക്കെ, താഴെ ഞാൻ സൊല്യൂഷൻ ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്, മേലെ ഗ്യാസ് ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, തൊട്ട് മേലെ എന്തും കൂടെ ഉണ്ട്, പിസ്റ്റണും കൂടെ വെച്ചിട്ടുണ്ട്, സൊല്യൂഷൻ ഗ്യാസ് പിസ്റ്റൺ. സോ ഞാൻ ഹൈ പ്രഷർ കൊടുത്തിട്ട് ഈ പിസ്റ്റൺ ഉള്ളിലേക്ക് പ്രസ് ചെയ്യാണ്, പ്രഷറൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡയഗ്രാം കിട്ടും. അതിനർത്ഥം എന്താണ്, ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെയും സൊല്യൂഷന്റെ അളവ് എന്ത് ചെയ്തിരിക്കുന്നു, കമ്പാരിറ്റീവ്ലി കംപ്രസ്ഡ് ആയിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റും അല്ലെ? കംപ്രസ്ഡ് ആയിരിക്കുന്നു. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, when pressure increases solubility of gas increases. ഓക്കെ, ഇങ്ങനെ ഡയഗ്രാമാറ്റിക്കലി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാൻ പറ്റും. എക്സാമിന് ഇങ്ങനെ അല്ല ചോദിക്കുക, ഇങ്ങനെ രീതിയിലായിരുന്നു ചോദിക്കില്ല, ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വരച്ചു മാത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ ലോ എന്തായാലും at constant temperature solubility of gas in liquid is directly proportional to partial pressure of the gas. അപ്പൊ ഇവിടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് എഴുതാം, കുഴപ്പമില്ല. സോല്യൂബിലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ എന്നല്ലേ? സോല്യൂബിലിറ്റി ഞാൻ എക്സ് ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എക്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് അല്ലെ? എക്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പി അല്ലേ? ആണ്. അപ്പോ എക്സ് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വരുമല്ലോ, പ്രപ്പോർഷണലിറ്റി മാറ്റിട്ട് വരുന്ന കോൺസ്റ്റന്റ് ആണ് കെ എച്ച് പി. ഈ കെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ എക്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പി എക്സ് എന്ന് പറഞ്ഞാൽ സോല്യൂബിലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു പ്രപ്പോർഷണാലിറ്റി മാറ്റിട്ട് കെ എച്ച് എന്ന് വന്നു. കെ എച്ച് എന്ന് പറഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. ഇതാണ് ഹെൻറീസ് ലോയും ഹെൻറീസ് ഇക്വേഷനും അല്ലെ? ഇനി ഹെൻറീസ് ലോയുടെ രണ്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈ പ്രഷർ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സോഡ വാട്ടർ ബോട്ടിൽസിലേക്ക് സീൽ ചെയ്യുന്നതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ജസ്റ്റ് ഞാൻ ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. When high pressure is applied to soft drinks, high pressure is applied to soft drinks to solubilize and to dissolve carbon dioxide in them. Okay, high pressure കൊടുത്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ സോഡ വാട്ടേഴ്സിലേക്ക് ഡിസോൾവ് ചെയ്യുന്നത്.
ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറിസ് ലോ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് അനോക്സിയ. അനോക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസിൽ, മൗണ്ടൻ റീജിയൻസിലൊക്കെ നമ്മുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഓക്സിജൻ എന്തായിരിക്കും, കുറവായിരിക്കും. സോ അവിടെയുള്ള ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് ഒരു ഡിസോർഡർനെസ് ഉണ്ട്, വീക്ക്നെസ് ഉണ്ടാവും, ഫിസിക്കൽ വീക്ക്നെസ്, മെന്റലി അവർക്ക് പെട്ടെന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവ് കുറച്ച് കുറവായിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു ഫിനോമിന, ദാറ്റ് ഈസ് ആ ഒരു സിംറ്റംസ് കാണിക്കുന്ന ഒരു അസുഖത്തിനെയാണ് നമ്മൾ അനോക്സിയ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കേസും അനോക്സിയന്റെ കേസുമാണ് നമ്മുടെ ഹെൻറിസ് ലോയുടെ ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്കിൽ എന്തൊക്കെ പഠിച്ചു? ഒന്നാമത്തെ ഫോക്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞു പ്രഷറും ടെമ്പറേച്ചറും ആണ് രണ്ട് ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ് ഓൺ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് അല്ലെ. അപ്പൊ അതിൽ ഒന്നാമത്തെ ഫാക്ടർ പ്രഷർ എടുത്തു. പ്രഷർ എടുക്കുകയാണെങ്കിൽ പ്രഷർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടുമെന്ന് പറഞ്ഞു. അതിന് പറ്റിയ ലോ അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ഒന്നൊരു ലോ ആണ് ഹെൻറിസ് ലോ. ഹെൻറിസ് ലോ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിന്റെ രണ്ട് ആപ്ലിക്കേഷൻസും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫാക്ടർ കൂടി ഉണ്ടല്ലോ, ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. അതായത് നല്ല ഒരു ചൂടുവെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ അളവ് കുറവായത് കൊണ്ടാണ് നമ്മുടെ അക്വാട്ടിക് ഓർഗാനിസത്തിന് ചൂടുള്ള വെള്ളത്തിൽ ജീവിക്കാൻ പറ്റാത്തത്. ചൂടുള്ള വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുന്നത് അത് ചൂട് മേലത്തിട്ട് പൊള്ളുന്നത് കൊണ്ടല്ല, അതിനകത്തുള്ള ഓക്സിജന്റെ അളവ് എന്തായിരുന്നു, കുറയുന്നു. കാരണം ടെമ്പറേച്ചർ കൂടുന്തോറും സൊല്യൂബിലിറ്റി കുറയുന്നു. സോ ടെമ്പറേച്ചറും സൊല്യൂബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, പ്രഷറും സൊല്യൂബിലിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കണം വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസിനകത്ത് നമുക്കറിയാം ഒരു സൊല്യൂഷനകത്ത് രണ്ടെണ്ണം ഉണ്ടാവും, സോൾവെന്റും ഉണ്ടാവും, സൊല്യൂട്ടും ഉണ്ടാവും അല്ലെ. പഞ്ചസാര വെള്ളം എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും പഞ്ചസാര വെള്ളം വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കാറ്. സോ പഞ്ചസാര വെള്ളം എടുക്കുകയാണെങ്കിൽ പഞ്ചസാരയാണ് സൊല്യൂട്ട്, വെള്ളമാണ് സോൾവെന്റ് അല്ലെ. സോ നമുക്ക് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസിനകത്ത് രണ്ടെണ്ണം പഠിക്കാറുണ്ട്. ലിക്വിഡ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്, സോളിഡ് ലിക്വിഡ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, ലിക്വിഡ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് സോൾവെന്റും സൊല്യൂട്ടും ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത കേസാണ് സോളിഡ് ലിക്വിഡ്, അതായത് സോൾവെന്റ് സോളിഡ് ആയിരിക്കും, സൊല്യൂട്ട് ലിക്വിഡ് ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒന്ന് സൊല്യൂട്ട് മാറുന്നത് സോൾവെന്റ് ലിക്വിഡ് ആവുന്നത്, അങ്ങനെ തിരിഞ്ഞിട്ടായിരിക്കും. സോളിഡ് ഒന്നില്ലെങ്കിൽ സൊല്യൂട്ട് ആവും, ലിക്വിഡ് സോൾവെന്റ് ആവും. അങ്ങനെ നേരെ തിരിഞ്ഞു വരുന്ന രണ്ട് കേസാണ് നമ്മുടെ രണ്ടാമത്തെ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസിന്റെ കേസ്. ഒന്നാമത്തെ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസിന്റെ കേസ് നമുക്ക് പഠിക്കാനുള്ളത് റാവോസ് ലോ ഫോർ വോളറ്റൈൽ ലിക്വിഡ് ആണ്. റാവോസ് ലോ ഫോർ വോളറ്റൈൽ സൊല്യൂഷൻ എന്ന് പറയും. രണ്ടാമത്തെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് റാവോസ് ലോ ഫോർ നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് വോളറ്റൈൽ ലിക്വിഡും രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് നോൺ വോളറ്റൈൽ ലിക്വിഡുമാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേതിൽ നമുക്ക് റാവോസ് ലോ ഫോർ വോളറ്റൈൽ ലിക്വിഡിന്റെ കേസിലെ ലോ നമുക്ക് ആദ്യം നോക്കാം. റാവോസ് ലോ ഫോർ ആദ്യം ലോ വായിക്കട്ടെ. Raoult's law for volatile solution states that for the volatile solution, the partial vapor pressure of each component at a given temperature is directly proportional to its mole fraction in solution. Okay. അപ്പൊ നമുക്ക് ലോ ഒന്നുകൂടെ പറയാം. states that for a volatile solution, partial vapor pressure of each component, ഓരോ കോമ്പോണന്റ്, ഏതൊക്കെയാ കോമ്പോണന്റ്? സൊല്യൂട്ടും സോൾവെന്റും അല്ലെ. ഓരോ കോമ്പോണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷറും at a given temperature, ഒരു തന്നിരിക്കുന്ന ഒരു given temperature is directly proportional to mole fraction. അപ്പൊ partial vapor pressure of each component is directly proportional to mole fraction അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഒരു സൊല്യൂഷനിൽ നമുക്ക് രണ്ട് കോമ്പോണന്റ് ആണുള്ളത്, എ എന്നൊരു കോമ്പൗണ്ടും ബി എന്നൊരു കോമ്പോണന്റും അല്ലെ, സൊല്യൂട്ടും സോൾവെന്റും. അത് നമ്മൾ ഇതിനെ രണ്ടിനും ഇങ്ങനെ നമ്മൾ പേരിട്ടൊന്ന് വിചാരിക്കുക. നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? അപ്പോ partial vapor pressure of each component is proportional to its mole fraction അല്ലേ. So PA proportional to XA and PB proportional to XB എന്ന് വരും. ഈച്ച് കോമ്പണന്റിന്റെ വേറെ വേറെ തന്നെ എഴുതണം അല്ലെ. ഇനി അടുത്തത് PA, നമ്മുടെ പ്രൊപ്പോർഷനാലിറ്റി മാറ്റണ്ടേ നമുക്കിനി. അപ്പോ PA is equal to P0A XA എന്നായി. നമുക്ക് പ്രൊപ്പോർഷനാലിറ്റി മാറ്റിയിട്ട് വന്ന പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് ആണ് P0A എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പാർഷ്യൽ പ്രഷർ ഓഫ് A ആണ്. പാർഷ്യൽ ഈ P0A എന്ന് പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് A ആണ്. ഇവിടെ എഴുതാം. എന്ന് വെച്ചാൽ എന്താണ്? സൊല്യൂട്ട് ആണ് കേട്ടോ. അപ്പൊ അടുത്തത് PB എടുക്കുകയാണെങ്കിൽ PB is equal to
പി നോട്ട് ബി എക്സ് ബി എന്നാവില്ലേ? ആവും അല്ലെ? പി നോട്ട് ബി എക്സ് ബി എന്നാവും. അപ്പൊ ഈ പി നോട്ട് ബി എന്തായിരിക്കും? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബി ആയിരിക്കും. ഇതാണ് റാവോൾസ് ലോ ഫോർ വോളറ്റൈൽ സൊല്യൂഷൻ. ഒന്നാമത്തെ ലോ ഇതാണ് അല്ലെ. ഇത് നമ്മുടെ ലിക്വിഡ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിനാണ് ഈ ലോ പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് അടുത്തതുണ്ടല്ലോ, സോളിഡ് ലിക്വിഡിന്റെ കേസ് നമുക്ക് ലോ പഠിക്കാനുണ്ടല്ലോ, റാവോൾസ് ലോ ഫോർ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. റാവോൾസ് ലോ ഫോർ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ ലോ ഞാൻ വായിക്കാം. When solute used is non-volatile, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ, okay, total vapor pressure of the solution will be equal to vapor pressure of the solvent in the solution. അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ഇൻ ദ സൊല്യൂഷനോട് ഈക്വൽ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ എന്തിനോട് ഈക്വൽ ആയിരിക്കും? നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനോട് ഈക്വൽ ആയിരിക്കും അല്ലെ. ഞാനിപ്പോ ഇതിലിപ്പോ എയും ബിയും ഇങ്ങനെ സോൾവെന്റിന് ഞാൻ ഇവിടെ ബി ആണ് കൊടുത്തിരിക്കുന്നത്, തിരിച്ചു എഴുതുകയാണെന്ന് വിചാരിക്കാം. ഞാൻ സോൾവെന്റിന് ബി എന്ന് കൊടുത്തു, സൊല്യൂട്ടിന് ഞാൻ എ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ലോ എന്താണ് പറയുന്നത്? ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ഇൻ ദി സൊല്യൂഷൻ. സോൾവെന്റ് എന്ന് പറയുമ്പോൾ എ ആണ് അല്ലെ. അപ്പൊ പി എ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. തൊട്ട് മുന്നത്തെ ലെവലിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചു, പി എ is equal to പി നോട്ട് എക്സ് എന്ന ഇക്വേഷൻ തൊട്ട് മുന്നത്തെ ലോയിൽ പഠിച്ചില്ലേ. അപ്പൊ പി എക്ക് എന്ത് കൊടുക്കാം? നമുക്ക് പി നോട്ട് എക്സ് എ എന്ന് കൊടുക്കാം അല്ലെ. പി നോട്ട് എക്സ് എ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ പി എക്ക് ഞാൻ പി നോട്ട് എക്സ് എ കൊടുക്കാമല്ലോ. പി ടോട്ടൽ is equal to പി നോട്ട് എ എക്സ് എ. എങ്ങനെയാ പി നോട്ട് എക്സ് വന്നത്? തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ എന്തുണ്ടായിരുന്നു? പി എ is equal to പി നോട്ട് എക്സ് എ. അപ്പൊ സോ ഇവിടുത്തെ പി എക്ക് പകരം പി നോട്ട് എക്സ് എന്ന് കൊടുത്തു. സോ പി ടോട്ടൽ is equal to പി നോട്ട് എക്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലെ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്, ദാറ്റ് ഇസ് ലിക്വിഡും സോളിഡ് ലിക്വിഡും. അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് റാവോൾസ് ലോ ഫോർ വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ സൊല്യൂഷൻ. സോ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് മനസ്സിലായിട്ട് മനസ്സിലാക്കി. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫോർത്ത് ഫോക്കസ് ഏരിയയിലേക്ക് കടക്കാം, ദാറ്റ് ഇസ് ഐഡിയൽ സൊല്യൂഷൻസ്. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് അല്ലെ. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് റാവോൾസ് ലോ എന്തായിരുന്നു, അല്ലെങ്കിൽ റാവോൾസ് ലോ ഫോർ വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന കേസായിരുന്നു. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ടോപ്പിക് വളരെ ഈസി ആണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ടോപ്പിക്കിനകത്തില്ല. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മലയാളത്തിൽ ആദ്യം പറഞ്ഞുതരാം. റാവോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ പറയാം. ഓക്കെ, റാവോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെ നമ്മൾ എന്ത് പറയും? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ പിന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്തായിരിക്കും? റാവോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനുകളെ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ വളരെ ഈസി അല്ലേ? അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഡെഫിനിഷൻ വായിക്കാം, ഐഡിയൽ സൊല്യൂഷന്റെ ആദ്യം വായിക്കാം. Solutions that obey Raoult's law are called ideal solutions. Solutions that obey Raoult's law are called ideal solutions. An ideal solution is defined as a solution that obeys Raoult's law at all concentration and temperature. എല്ലാ കോൺസെൻട്രേഷനിലും എല്ലാ ടെമ്പറേച്ചറിലും റാവോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെയാണ് നമ്മൾ എന്ത് സൊല്യൂഷൻസ് എന്ന് പറയാ? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. ഓക്കെ, നമുക്കിനി എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പഠിച്ചു. ഇനി നമുക്കൊരു 3 കണ്ടീഷൻസും കൂടെ പഠിക്കാനുണ്ട്. ഒരു സൊല്യൂഷൻ ഐഡിയൽ ആവണമെങ്കിൽ അതിനകത്തൊരു 3 കണ്ടീഷൻസ് വേണം. വളരെ ഈസി ആയിട്ടുള്ള 3 കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മളിപ്പോ പഠിച്ചു. എന്താണ്? റാവോൾസ് ലോ ഒബേ ചെയ്യണം അല്ലെ. അപ്പൊ റാവോൾസ് ലോ ഒബേ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാവോൾസ് ലോ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ് റാവോൾസ് ലോന്റെ ഇക്വേഷൻ? പി എ is equal to പി നോട്ട് എ എക്സ് എ അല്ലെ. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഫോർ ഐഡിയൽ സൊല്യൂഷൻ, പി എ is equal to പി നോട്ട് എ എക്സ് എ. ഇതാണ് നമ്മുടെ റാവോൾസ് ലോന്റെ ഇക്വേഷൻ. ശരിയല്ലേ? ഞാൻ തൊട്ട് മുന്നിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞു തന്നല്ലോ, പി എ is equal to പി നോട്ട് എ എക്സ് എ എന്ന ഇക്വേഷൻ നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ എന്ത് ചെയ്യണം? ഒബേ ചെയ്തിരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഫോർ ഐഡിയൽ സൊല്യൂഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് is equal to 0. എന്താണ് ഡെൽറ്റ എച്ച്? എച്ച് എന്ന് വെച്ചാൽ ഡെൽറ്റ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻതാൽപ്പി എന്നാണ് അർത്ഥം. എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താണ്? എനർജി. അപ്പോ നമ്മൾ 2 സൊല്യൂഷനുകൾ തമ്മിൽ കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ 2 സാധനങ്ങൾ കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ എൻതാൽപ്പിക്ക് ഒരു ചേഞ്ചും സംഭവിക്കരുത്. അതാണ് ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ ഒരു വാല്യൂ വരാൻ പാടില്ല. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ ആൻഡ് ലാസ്റ്റ് കണ്ടീഷൻ, ഡെൽറ്റ വി ഓഫ് മിക്സ്
should also be 0. അതായത് രണ്ട് സംഭവങ്ങളും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ V എന്ന് വെച്ചാൽ എന്താണ്? വോളിയം. അതിന്റെ വോളിയത്തിലും ഒരു ഡെൽറ്റ, അതായത് ഒരു ചേഞ്ചും സംഭവിക്കാൻ പാടില്ല. ഓക്കെ, ഡെൽറ്റ H is equal to 0. ഡെൽറ്റ H is equal to 0 and ഡെൽറ്റ V is equal to 0. ആൻഡ് അടുത്തതിലേക്ക് കിടക്കാലോ. ഐഡിയൽ കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസ് ആണെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ഉൾട്ട ആയിട്ടായിരിക്കും അവിടെ വരിക അല്ലെ. ദ സൊല്യൂഷൻസ് വിച്ച് ഡസ് നോട്ട് ഒബേ റാവോൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചർ എടുത്താലും ഏത് കോൺസെൻട്രേഷൻ എടുത്താലും അവർ എന്ത് ഒബേ ചെയ്യില്ല? റാവോൾസ് ലോ ഒബേ ചെയ്യില്ല. ഈസി അല്ലേ? ഇതിന്റെ കംപ്ലീറ്റ് ഉൾട്ട. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കണ്ടീഷൻസ് എഴുതാൻ പറ്റും അല്ലെ. നമ്മൾ ആദ്യം എന്താ എഴുതി? P is equal to P naught x, അതായത് റാവോൾസ് ലോ ഇവിടെ ഒബേ ചെയ്യണം അല്ലെ എന്നെഴുതി. നമുക്ക് ഇവിടെ ഇപ്പൊ എങ്ങനെ എഴുതാം? PA not equal to P naught x എന്ന് എഴുതാം. ഓക്കെ അല്ലേ? നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഡെൽറ്റ H of mix should be equal to 0 എന്നുള്ളതായിരുന്നു അല്ലെ. നമ്മൾ ഇവിടെ എത്തുമ്പോൾ നോട്ട് ഈക്വൽ ടു എന്ന് എഴുതിയാൽ മതി. മൂന്നാമത്തേതിലേക്ക് കിടക്കാലോ. ഡെൽറ്റ V of mix should be equal to 0 എന്നായിരുന്നു. ഇവിടെ എത്തുമ്പോൾ എന്താവും? നോട്ട് ഈക്വൽ ടു ആവും. ഇതാണ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസും കണ്ടീഷനും. എന്താണ് ഐഡിയൽ ആൻഡ് എന്താണ് നോൺ ഐഡിയൽ, എന്താണ് ഐഡിയലിന്റെ 3 കണ്ടീഷൻസ് ആൻഡ് നോൺ ഐഡിയലിന്റെ 3 കണ്ടീഷൻസ്. ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, മനസ്സിലാക്കണം. നമുക്ക് ഇതിനകത്ത് വരുന്ന നെക്സ്റ്റ് സബ് ഏരിയ എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് പോസിറ്റീവ് ഡീവിയേഷനും നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ. ഐഡിയൽ സൊല്യൂഷൻ ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. നോൺ ഐഡിയലിന്റെ കേസ് വരുമ്പോഴാണ് നോൺ ഐഡിയൽ എന്താണെന്ന് പഠിക്കണം, അതിന്റെ കണ്ടീഷൻസ് പഠിക്കണം, പിന്നെ അതിനകത്ത് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. സോ ഞാൻ എന്താണ് കാര്യം എന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം റാവോൾസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കോമ്പണന്റ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുക അല്ലെ. റാവോൾസ് ലോ ഉപയോഗിച്ച് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? PA കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഒരു കോമ്പണന്റ്, ഏതെങ്കിലും ഒരു കോമ്പണന്റ്, രണ്ടിന്റെയും കണ്ടുപിടിക്കാം. ഇൻഡിവിജ്വലി സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ നമ്മൾക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ വായിക്കാം. ഇൻ ദിസ് കേസ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് any component of the solution will be greater than expected on the basis of Raoult's law. Raoult's law പ്രകാരം നമ്മൾക്ക് ഒരു കോമ്പണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ അങ്ങനെ റാവോൾസ് ലോ പ്രകാരം കിട്ടിയ വാല്യൂവിനെക്കാളും വലിയ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മുടെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് പോസിറ്റീവ് ഡീവിയേഷൻ ഉള്ള ആ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കാണിക്കാം. റാവോൾസ് ലോ പ്രകാരം നമ്മൾക്ക് ഇപ്പോൾ 5 എന്നൊരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി ഓഫ് ദി കോമ്പണന്റ് 5 എന്ന് കിട്ടി. ഈ ഒരു ഡീവിയേഷൻ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻസ് അത് മോർ ദാൻ 5 എന്നുള്ള വാല്യൂ 6 or 7 or 8 ഒക്കെ പാർഷ്യൽ വേപ്പർ പ്രഷർ കാണിക്കും. അപ്പൊ ഒന്നുകൂടെ വായിക്കാം. ഇപ്പൊ മലയാളത്തിൽ അർത്ഥം മനസ്സിലായി, സോ ഇംഗ്ലീഷിൽ ഒന്നുകൂടെ വായിക്കാം. ഇൻ ദിസ് കേസ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി കോമ്പണന്റ് ഓഫ് ദ സൊല്യൂഷൻ. ഇനി കോമ്പണന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഏതൊക്കെ കോമ്പണന്റ് ഏതൊക്കെയാണ്? സോൾവെന്റും സൊല്യൂട്ടും അല്ലേ. ഏതെങ്കിലും ഒരു കോമ്പണന്റിന്റെ എനി ഓഫ് ദി കോമ്പണന്റ് of the solution will be greater than that expected on the basis of Raoult's law. Raoult's law വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും? വലുതായിരിക്കും എന്നല്ലേ പറഞ്ഞത്, പോസിറ്റീവ് ആയിരിക്കും, അതായത് വലുതായിരിക്കും. സോ കണ്ടീഷൻസ് എങ്ങനെ വരിക? PA greater than P naught A XA, okay, delta H of mix greater than 0, എല്ലാം greater than ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ V of mix greater than 0. അപ്പൊ ഈ greater than അല്ലെ, മൂന്നും ഗ്രേറ്റർ ആണ്. അത് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? വലുത് എന്നല്ലേ അർത്ഥം അല്ലെ. പോസിറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ വലിയ വാല്യൂ അല്ലെ. അപ്പൊ എല്ലാം ഗ്രേറ്റർ. ഓക്കെ, കണ്ടീഷൻസ് കൃത്യം പഠിച്ചാൽ ഇവിടെ ഗ്രേറ്റർ ഇട്ട് കൊടുത്താൽ മതി. അർത്ഥം മനസ്സിലായല്ലോ? റാവോൾസ് ലോ പ്രകാരം കിട്ടിയതിനേക്കാൾ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എന്തായിരിക്കും, അല്ലെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. അതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. കോസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇങ്ങനെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാനുള്ള കാരണം, കോസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇതിന്റെ കോസ് എന്ന് പറയുന്നത് AB ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വീക്കർ ദാൻ AA ആൻഡ് BB ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. AB ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെച്ചാൽ എന്താണ്? സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള അട്രാക്ഷൻ ഈസ് വീക്കർ ദാൻ സോൾവെന്റ് അട്രാക്ഷൻ ആൻഡ് സൊല്യൂട്ട് അട്രാക്ഷൻ. ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. AB ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വീക്കർ, അല്ലെങ്കിൽ ലെസ് എന്നല്ലേ അർത്ഥം, വീക്കർ ദാൻ AA ആൻഡ് BB ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഈ സൊല്യൂഷന്റെ കേസ് ഒക്കെ പഠിക്കുന്നത് പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷന്റെ ബേസിസിലാണ്. സോ ഷുഗറും വാട്ടറും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വീക്കർ ദാൻ ഷുഗറും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ്
വാട്ടറും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതാണ് AB ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് വീക്കർ ദാൻ AA ആൻഡ് BB ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതാണ് കോസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ കണ്ടീഷൻസ് പഠിച്ചു, കോസ് പഠിച്ചു, എന്താണ് സാധനം എന്ന് പഠിച്ചു. ഇനി ഞാൻ അടുത്തത് ഇതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് വായിക്കാം. എക്സാമ്പിൾസ് ഒന്ന് വൃത്തിയായിട്ടൊന്ന് നോക്കി വെക്കണേ. എക്സാമ്പിൾസ് ഞാൻ വായിക്കാം. അസറ്റോൺ ആൻഡ് CS2, അസറ്റോൺ ആൻഡ് ആൽക്കഹോൾ, അസറ്റോൺ ആൻഡ് ബെൻസീൻ, വാട്ടർ ആൻഡ് ആൽക്കഹോൾ, ഈതർ ആൻഡ് അസറ്റോൺ. ഒന്നുകൂടെ വായിക്കാം, എഴുതിയെടുക്കുന്നവരാണെങ്കിൽ എഴുതിയെടുത്തോളൂ. അസറ്റോൺ ആൻഡ് CS2, അസറ്റോൺ ആൻഡ് ആൽക്കഹോൾ, അസറ്റോൺ ആൻഡ് ബെൻസീൻ, വാട്ടർ ആൻഡ് ആൽക്കഹോൾ, ഈതർ ആൻഡ് അസറ്റോൺ. ഓക്കെ അല്ലേ? വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവുമല്ലോ. എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എഴുതിയെടുത്തിട്ടുണ്ടാവും. ഇനി ഞാൻ നിങ്ങൾ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൂടെ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഡയഗ്രമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. Mole fraction, vapor pressure, P naught B, P naught A, ഇത് P total. P total is equal to P naught PA plus P. ഓക്കെ, ഇതാണ് ബേസിക് സാധനം. അതായത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഇത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ ആദ്യം ഇത് വരച്ചു വെക്കുക. ഇനി എന്താ വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് പോസിറ്റീവ് ആണല്ലോ, സോ ഇതിന്റെ മേലോട്ട് വേണം നിങ്ങൾ ആർക്ക് വരയ്ക്കാൻ. പോസിറ്റീവിന്റെ കേസിൽ ആർക്ക് എപ്പോഴും മേലോട്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈസി ഡയഗ്രാം ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ എല്ലാ ടെക്സ്റ്റ് ബുക്സിലും ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ വരയ്ക്കുന്നത് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പൊ ജസ്റ്റ് കാര്യം മാത്രം മനസ്സിലാക്കിയിരിക്കുക. ടെക്സ്റ്റ് ബുക്സിലുണ്ട്, ഈസി ആയിട്ട് നിങ്ങൾ പഠിക്കാം. സോ ഇതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് പോസിറ്റീവ് ഡീവിയേഷന്റെ എല്ലാ കാര്യവും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് വായിക്കട്ടെ. നമുക്ക് നെഗറ്റീവിലേക്ക് കിടക്കാമല്ലോ. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ അല്ലെ? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് നെഗറ്റീവ് ഡീവിയേഷന്റെ പ്രത്യേകത എന്താണ്? റാവോൾസ് ലോ പ്രകാരം കിട്ടിയ പാർഷ്യൽ വേപ്പർ പ്രഷറിന്റെ വാല്യൂവിനേക്കാളും ആ പർട്ടിക്കുലർ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? കുറവായിരിക്കും അല്ലെ? സോ ഞാൻ വായിക്കട്ടെ. ഇൻ ദിസ് കേസ്, ഈ കേസിൽ partial vapor pressure of any component of that solution will be less than that expected on the basis of Raoult's law. Raoult's law പ്രകാരം എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ആ ഒരു പർട്ടിക്കുലർ കോമ്പണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് എന്ന് വെച്ചാൽ കുറവാണ് അല്ലെ? സോ കണ്ടീഷൻസ് എങ്ങനെ എഴുതാം? PA less than P naught AXA, delta H of mixing less than 0, delta V of mixing less than 0. എല്ലാം ലെസ് ദാൻ 0 ആണ്. എല്ലാം നേരത്തെ ഗ്രേറ്റർ ദാൻ 0 ആയിരുന്നു അല്ലെ? ഇനി നമുക്ക് എന്തറിയണം? കോസ് അറിയണം. ശരിയല്ലേ? കാരണം അല്ലെ? നെഗറ്റീവ് ഡീവിയേഷൻ is shown by liquid pairs for which AB force of attraction is stronger than AA and BB. AB force of attraction stronger than ആണ്. സോ നേരത്തെ എന്തായിരുന്നു? വീക്കർ ആയിരുന്നു അല്ലെ? AB force of attraction വലുത്, stronger than AA and BB force of attraction. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഷുഗർ സൊല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പഞ്ചസാരയും വെള്ളവും തമ്മിലുള്ള അട്രാക്ഷൻ ഈ സ്ട്രോങ്ങർ ദാൻ ഷുഗർ അട്രാക്ഷൻ ആൻഡ് വാട്ടർ അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റും അല്ലെ? ആൻഡ് ഇപ്പൊ നമ്മുടെ കോഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാലോ അല്ലെ? എക്സാമ്പിൾസിലേക്ക് കിടക്കാം. എക്സാമ്പിൾസ് വൃത്തിയായി ശ്രദ്ധിച്ച് കളിക്കുക. ക്ലോറോഫോം ആൻഡ് ഈതർ, ബെൻസീൻ ആൻഡ് ക്ലോറോഫോം, വാട്ടർ ആൻഡ് നിട്രിക് ആസിഡ്, അസറ്റോൺ ആൻഡ് അനിലിൻ, chloroform and nitric acid, phenol and aniline, hydrochloric acid and water, chloroform and acetone. ഒന്നുകൂടെ വായിക്കാം. chloroform and ether, benzene and chloroform, water and nitric acid, acetone and aniline, chloroform and nitric acid, phenol and aniline, hydrochloric acid and water, chloroform and acetone. Okay അല്ലേ? ഇനി ഞാൻ അതിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ കൂടി എഴുതട്ടെ. ഒരു ബീക്കർ പോലെ വരയ്ക്കുക. താഴെ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നു മോൾ ഫ്രാക്ഷൻ. താഴെ മോൾ ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ സൈഡ് വേപ്പർ പ്രഷർ റെപ്രസെന്റ് ചെയ്യുന്നു. P naught B, P naught A, അപ്പർ പാർട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P total is equal to PA plus PB എന്ന് കിട്ടും. ഇതെന്താണ്? വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. സോ അതിന്റെ ആർക്ക് എപ്പോഴും ഡൗൺവേർഡ് ആയിരിക്കണം. പോസിറ്റീവിന്റെ കേസിൽ ആർക്ക് മേലോട്ടായിരുന്നു, നെഗറ്റീവിന്റെ കേസിൽ ആർക്ക് താഴോട്ടാണ്. വളരെ ഈസി അല്ലേ? എല്ലാ കേസസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ കാര്യം കൂടിയേ ഉള്ളൂ.
ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ള ഒരൊറ്റ സെക്ഷനാണ്, ശരിയല്ലേ? അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നും അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. സോ ഞാൻ ആദ്യം എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the properties that depend only on the number of particles, solute particles, not on the nature of particles. അതായത് പഞ്ചസാര വെള്ളം എടുത്തു, അതിനകത്ത് എത്ര എണ്ണം, ദാറ്റ് ഈസ് നമ്പർ ഓഫ് പഞ്ചസാര ഉണ്ട്, ഷുഗർ ഉണ്ട്, എണ്ണം ദാറ്റ് ഈസ് കൗണ്ട് എത്ര ഉണ്ടെന്ന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, നോട്ട് ഓൺ ദ നേച്ചർ, അതിന്റെ സ്വഭാവത്തെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. ഈ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടികളെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ എന്തായിരിക്കും അർത്ഥം എന്ന് മനസ്സിലായില്ലേ? സോ ഇംഗ്ലീഷിൽ ഒന്നുകൂടെ വായിക്കാം. അപ്പൊ സുതാറോ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് only on the number of particles of solute, സൊല്യൂട്ടിന്റെ എണ്ണം, number of particles of solute present in solution and not on the nature of particles, അതിന്റെ സ്വഭാവത്തെ അല്ല, are called colligative properties. ഓക്കെ, നമുക്ക് 4 colligative properties ആണുള്ളത്. ഏതൊക്കെയാണ് 4 എണ്ണം? ഞാൻ ബോർഡിൽ എഴുതാലോ. ഒന്നാമത്തെ relative lowering in vapor pressure. Second one, elevation in boiling point. Elevation in boiling point. Third one, depression in freezing point. And the last one, osmotic pressure. ഇത് 4 എണ്ണം അല്ലെങ്കിൽ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പൊ ഹെഡിങ്സ് തറോ ആയിരിക്കണം. ഹെഡിങ്സ് ഒക്കെ പഠിച്ചിട്ട് വേണം എന്തായാലും എക്സാമിന്, ബിക്കോസ് എന്തായാലും ഹെഡിങ്സ് ചോദ്യം ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് നെയിം ദ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എങ്കിലും ചോദിക്കും. സോ യു ഷുഡ് നോ ഹൗ ടു റേറ്റ് അല്ലെങ്കിൽ ഹൗ ടു നെയിം ദോസ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. രണ്ടാമത്തെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. മൂന്നാമത്തെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. നാലാമത്തെ ഓസ്മോട്ടിക് പ്രഷർ. ഇതിനകത്ത് ആദ്യത്തെ 3 എണ്ണത്തിലും ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചെറിയ ഡെറിവേഷൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ അത് ഡെറിവേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് തിയറി കണ്ടന്റ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ആദ്യത്തെ 3 എണ്ണത്തിൽ ഓരോന്നിന്റെയും ദാറ്റ് ഈസ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷറിന്റെ ഡെറിവേഷൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞുതരാം. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റും പറഞ്ഞുതരാം. ഓസ്മോട്ടിക് ജസ്റ്റ് തിയറി മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ഡെറിവേഷൻസിലേക്ക് കിടക്കാം. അതായത് ആദ്യത്തെ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ആണ്, ശരിയല്ലേ? സോ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ, വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ. എന്താണ് വേപ്പർ പ്രഷർ? ഞാൻ പറയാം. വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. അതായത് ഒരു സൊല്യൂഷനകത്ത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആണെങ്കിൽ, നോൺ വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? ഇവാപറേറ്റ് ആയി പോവാത്ത സൊല്യൂട്ടുകളാണെങ്കിൽ അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പ്യുവർ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനേക്കാളും എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ അല്ലേ? വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. പ്യുവർ സോൾവെന്റിനേക്കാളും എപ്പോഴും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം അല്ലെ, ഇൻഡിവിജ്വൽ ഡെറിവേഷൻസിലേക്ക്. ആദ്യത്തെ ഡെറിവേഷൻ ആണ് നമ്മുടെ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഡെറിവേഷൻ. അതിലേക്ക് കിടക്കാമല്ലോ. നമുക്കറിയാം റാവോസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ എന്താണ്? PA is equal to P0A XA ആണ്, ശരിയല്ലേ? PA is equal to P0A XA ആണ്. നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം അല്ലെ. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. അപ്പൊ നമുക്ക് അതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം വേണം, ശരിയല്ല? അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം. സോ അത് റെപ്രസെന്റ് ചെയ്യുന്ന ടേം നമുക്ക് എങ്ങനെ എഴുതാം? റിഡക്ഷൻ ഇൻ വേപ്പർ പ്രഷർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? റിഡക്ഷൻ ഇൻ വേപ്പർ പ്രഷർ അല്ലെ, റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ അല്ലെങ്കിൽ എന്ന് പറയാം റിഡക്ഷൻ ഇൻ വേപ്പർ പ്രഷർ. നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡെൽറ്റ PA വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഡെൽറ്റ PA വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡെൽറ്റ PAക്ക് ഒരു ബേസിക് ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഡെറിവേഷനിൽ ചില കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് അടിച്ചതിനെ പഠിക്കണം അല്ലെ. അപ്പൊ ഡെൽറ്റ PAക്കുള്ള ഇക്വേഷൻ ഡെൽറ്റ PA is equal to P0A minus PA. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? 1 + 1 2 ആണെന്ന് പറഞ്ഞ പോലെ എല്ലാ കേസും നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റും. സോ ചില ഇക്വേഷൻസ് ഇതിന് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ബംപ് ഇത് തന്നെ പഠിക്കണം. ഓക്കെ, കുറച്ച് അവിടെ എഴുതും, നിങ്ങൾക്ക് സാറോ ആയിക്കോളും തനിയെ. സോ ഡെൽറ്റ PA is equal to P0A minus P എന്നൊരു ഇക്വേഷൻ എഴുതി. നമ്മൾക്കറിയാം ഈ PAക്ക്
പകരം നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? തുടക്കത്തിൽ പി എ ഈക്വൽ ടു ഒരു ടേം ഇല്ലേ? സോ ഈ പി എക്ക് പകരം നമുക്ക് ഈ ഒരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. കൊടുക്കാം. അപ്പൊ ഡെൽറ്റ പി എ ഈക്വൽ ടു പി നോട്ട് എ മൈനസ് പി എക്ക് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, പി നോട്ട് എ എക്സ്. ഓക്കെ അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മനസ്സിലായല്ലോ. നമുക്ക് ഇനി ഇതിന് രണ്ട് ടേംസിൽ നിന്ന് പി നോട്ട് എ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോ ഡെൽറ്റ പി എ ഈക്വൽ ടു പി നോട്ട് എ ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് എക്സ് എ എന്നായി അല്ലെ? രണ്ടത്തെ പി നോട്ട് എ കോമൺ ആയിട്ട് പുറത്തെടുത്തു, 1 മൈനസ് എക്സ് എ എന്നായി. ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇനി ഒരു ഇക്വേഷൻ കൂടെ പറഞ്ഞിരട്ടെ, പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിരട്ടെ. എക്സ് എ പ്ലസ് എക്സ് ബി ഈസ് ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ, ദാറ്റ് ഈസ് ഒരു സൊല്യൂഷന്റെ സോൾവെന്റിന്റെയും സൊല്യൂട്ടന്റെയും ഇൻഡിവിജ്വൽ മോൾ ഫ്രാക്ഷൻസ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 എന്നാണ് ഉത്തരം കിട്ടുക. പഞ്ചസാരന്റെ മോൾ ഫ്രാക്ഷൻ പ്ലസ് വെള്ളത്തിന്റെ മോൾ ഫ്രാക്ഷൻ കൂടെ കൂടിച്ചേർത്താൽ 1 എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. സൊല്യൂട്ടിന്റെ സോൾവെന്റിനെ കൂടിച്ചേർത്താൽ 1 എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? ഈ എക്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. ഈ എക്സ് ഇങ്ങോട്ടേക്ക്, അപ്പൊ എന്തായി? എക്സ് ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്നായില്ലേ? സോ 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ബി ആണ്. ഈ 1 മൈനസ് എക്സ് വരെ എക്സ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാമല്ലോ. കൊടുക്കാം അല്ലെ? സോ ഡെൽറ്റ പി എ ഈസ് ഈക്വൽ ടു പി നോട്ട് എ 1 മൈനസ് എക്സ് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം, എക്സ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. അപ്പോ നമുക്ക് ഇവിടെയും ഒരു സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. അതായത് ഡെൽറ്റ പി എ എന്ന് പറഞ്ഞ ടേമിന് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? സോ ഡെൽറ്റ പി എ ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? പി നോട്ട് എ മൈനസ് പി എയും വിച്ച് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? പി നോട്ട് എ എക്സ് ബിയും. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഹോൾ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഹോൾ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഹോൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ തന്നെ ഡിവൈഡ് ചെയ്യട്ടെ. പി നോട്ട് എ, ഇവിടെയും പി നോട്ട് എ, ഇവിടെയും പി നോട്ട് എ. ഹോൾ ഇക്വേഷൻ ഞാൻ ഡിവൈഡ് ചെയ്തു, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഈ പി നോട്ടെയും ക്യാൻസൽ ചെയ്യാം. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് ബാക്കി ഏതൊക്കെയുള്ളത്? പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബി എന്നുണ്ട്. ശരിയല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഇത് ക്യാൻസൽ ചെയ്യാൻ ബാക്കി എക്സ് ബി മാത്രമേ ഉള്ളൂ, എക്സ് ബി എന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എക്സ് ബി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എക്സ് ബി എന്ന് വെച്ചാൽ എന്താ സാധനം? മോൾ ഫ്രാക്ഷൻ ആണ്. ശരിയല്ലേ? മോൾ ഫ്രാക്ഷൻ അല്ലേ? എക്സ് എയും എക്സ് ബി എന്നൊക്കെ വെച്ചാൽ എന്താണ്? മോൾ ഫ്രാക്ഷൻ. സോ എക്സ് ബി എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ എന്താണ്? ഒരു സാധനം എ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എ ബൈ എ പ്ലസ് ബി ആണ് അല്ലെ? ബി എന്ന് പറഞ്ഞതിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ബി ബൈ എ പ്ലസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ബിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം? എക്സ് ബിക്ക് പകരം പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഈസ് ഈക്വൽ ടു എക്സ് ബിന്റെ സ്ഥാനത്ത് നമ്മൾ അതിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, n2 ബൈ n1 പ്ലസ് n2. ഈ n2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി, അതാണ് n2 അല്ലെ? ബി എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 എന്നൊരു ടേം വന്നത്. മനസ്സിലായോ? അപ്പൊ എ എന്ന് പറയുകയാണെങ്കിൽ 1 എന്ന് വരും, അത്രേ ഉള്ളൂ മാറ്റം. n2 ബൈ n1 പ്ലസ് n2. n2-ലുള്ളത് ഡിവൈഡഡ് ബൈ ടോട്ടൽ സൊല്യൂഷനിലുള്ളത്, അതാണ് ഇതിന്റെ ഇക്വേഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ. ജസ്റ്റ് അത്രയ്ക്ക് കാര്യമായിട്ട് ആലോചിക്കാനൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് എന്താ അറിയാം? ഇതൊക്കെ ഞാൻ വായിക്കട്ടെ. ഇനി നമുക്ക് എന്തറിയാം? പഞ്ചസാര വെള്ളത്തിൽ, പഞ്ചസാരയുടെ എണ്ണമാണോ വെള്ളത്തിന്റെ എമൗണ്ട് ആണോ കൂടുതൽ? വെള്ളത്തിന്റെയാണ് അല്ലെ? പഞ്ചസാരയുടെ കുറവല്ലേ? അങ്ങനെയാണെങ്കിൽ n2 ആണ് പഞ്ചസാര. n2ന്റെ എന്തായിരിക്കും? വളരെ വളരെ കുറവാണ് n1നെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പഞ്ചസാരയുടെ എണ്ണം വെള്ളത്തിന്റെ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ n2 എന്നൊരു ടേം നമുക്ക് കളയാം അല്ലെ? നമുക്കത് എടുത്തു കളയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഈസ് ഈക്വൽ ടു n2 ബൈ n1 എന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ മേലുള്ള n2നെ നിഗ്ലക്ട് ചെയ്ത് കളയാതിരുന്നത്? നമ്മൾക്കറിയാം ന്യൂമറേറ്റർ ഇല്ലാതെ ഒരു ഡിവിഷൻ അവിടെ പോസിബിൾ അല്ല. ശരിയല്ലേ? ന്യൂമറേറ്റർ ഇല്ലാതെ അവിടെ ഒരു ഡിവിഷൻ പോസിബിൾ അല്ല. സോ നമ്മൾ മേലത്തെ n2 എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഹോൾ ടേം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പോലെയാവും അല്ലെ? ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാത്ത പോലെയാവും. അതുകൊണ്ടാണ് ഞാൻ താഴത്തെ n2 മാത്രം കളഞ്ഞത്, മേലത്തെ n2 കളയാതിരുന്നത്. ഓക്കെ അല്ലേ? ഇനി n2ന് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, n2ന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, n1ന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് n2ന്റെ ഇക്വേഷൻ? n2ന് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം? ഇവിടെ എഴുതാം, പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഇസ് ഈക്വൽ ടു n2ന് പകരം w2 ബൈ m2 ഡിവൈഡഡ് ബൈ n1ന് പകരം w1 ബൈ m1. ഓക്കെ അല്ലേ? n2ന് പകരം w2 ബൈ m2
N1 വരും W1/M1. ഓക്കെ, ഇനി താഴെ കിടക്കുന്ന ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാലോ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരിക? ഞാൻ ഇവിടെ എഴുതാം. P0A minus PA divided by P0A is equal to W2/M2 into M1 W2. എന്താണ്? A by B divided by C by D is equal to A by B into D by C അല്ലേ? താഴത്തിന്റെ തിരിഞ്ഞിട്ടായിരിക്കും മേലേക്ക് വരിക, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ W2/M2 into M1/W1 ആണ്. M1/W1 ആണ് W1. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഫൈനൽ ഇക്വേഷനിലേക്ക് എത്താലോ. P0A minus PA divided by P0A is equal to W2M1 divided by M2W1. ഇതാണ് ഫൈനൽ ഇക്വേഷൻ ഫോർ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. ഡെറിവേഷൻ വളരെ വളരെ ഈസിയാണ്, മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡെറിവേഷനിലേക്ക് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിന്റെ ഇക്വേഷൻ ഡെറിവേഷൻ ആണ്, ശരിയല്ലേ? സോ ഞാൻ ആദ്യം എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. ബോയിലിംഗ് പോയിന്റ് വെച്ചാൽ വെള്ളം തിളയ്ക്കുന്ന പോയിന്റ് അല്ലെ? എത്രയാണ് ആ പോയിന്റ്? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? അപ്പോൾ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പോയിന്റിൽ വേപ്പർ പ്രഷറും അതിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഒരേ വാല്യൂ അല്ലെങ്കിൽ ഒരേ പർട്ടിക്കുലർ പോയിന്റിൽ എത്തും, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടൊരു വാല്യൂയിലേക്ക് എത്തും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ബോയിലിംഗ് പോയിന്റ്. പക്ഷെ നമുക്ക് എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്നാണോ പഠിക്കേണ്ടത്? അല്ല, എന്താണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്? എലിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹയർ വാല്യൂ അല്ലെ? എലിവേറ്റ് ആവുക എന്നല്ലേ പറയാ. സോ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ, എന്താണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്നാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. എലിവേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും, എലിവേറ്റഡ് ആയിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ TB എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? നമ്മുടെ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെ? പ്യുവർ സോൾവെന്റിന് ഞാൻ T0B എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ബോയിലിംഗ് പോയിന്റിന് TB എന്നും വെള്ളത്തിന്റെ സൊല്യൂഷന് ബോയിലിംഗ് പോയിന്റ് TB എന്നും പ്യുവർ സോൾവെന്റിന് T0B എന്ന് കൊടുത്തു. നമ്മുടെ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് പ്യുവർ സോൾവെന്റിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും, സോ ഗ്രേറ്റർ ദാൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു സംഭവം, ഒരു ടേം കൊടുന്നു, എക്സ്ട്രാ ഒരു ടേം കൊടുന്നു. എന്ത് ടേം ആയിരുന്നു? ഡെൽറ്റ PA എന്ന് പറഞ്ഞൊരു സാധനം കൊടുന്നു, ശരിയല്ലേ? തൊട്ട് മുൻപ് ഡെറിവേഷൻ അങ്ങനെ ഉണ്ടല്ലേ? സോ നമുക്ക് ഇവിടെ എന്ത് കൊണ്ടുവരാം? ഡെൽറ്റ TB കൊണ്ടുവരാം. എന്തായിട്ടാണ് ഡെൽറ്റ TB കൊണ്ടുവരുന്നത്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിനെ റെപ്രസെന്റ് ചെയ്ത സാധനം. നമുക്ക് കണ്ടുപിടിക്കാവുന്ന സാധനം വേണമല്ലോ, എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്ന സാധനം വേണം. സോ അതിന് ഞാൻ ഡെൽറ്റ TB എന്ന് റെപ്രസെന്റ് ചെയ്തു. ഡെൽറ്റ TBക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ തൊട്ട് മുന്നിൽ ഇക്വേഷൻ പഠിച്ചില്ലേ? PA is equal to ഒരു ഇക്വേഷൻ പഠിച്ചില്ല, അതേപോലെ ഡെൽറ്റ PA ഒരു ഇക്വേഷൻ പഠിച്ചില്ല, അതേപോലെ ഇവിടെയും നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഡെൽറ്റ TB is equal to TB minus T0B എന്നാണ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കല്ലോ. രണ്ട് തവണ ഡെറിവേഷൻ ഒറ്റ എഴുതുമ്പോൾ തനിയെ പഠിച്ചോളും. ഓക്കെ, അപ്പൊ ഡെൽറ്റ TB is equal to TB minus T0B എന്നാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു സൊല്യൂഷൻ, ഓക്കെ, ഒരു ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷന്റെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഡൈല്യൂട്ട് സൊല്യൂഷന്റെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഇതാ ഈ സാധനം ഡെൽറ്റ TB, ഒരു ഡൈല്യൂട്ട് സൊല്യൂഷന്റെ എപ്പോഴും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ, അതായത് എമ്മിനോടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സോ ഞാൻ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റുകയാണെങ്കിൽ ഡെൽറ്റ TB is equal to KBM എന്നായി. അതായത് ഇവിടെ ഞാൻ KB എന്നൊരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. എന്താണ് KB? KB മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. ഇപ്പൊ KB എങ്ങനെ വന്നത് മനസ്സിലായില്ലേ? ഒന്നുമില്ല, ഡെൽറ്റ TB ഡയറക്ട്ലി ഒരു ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, അതായത് നമ്മുടെ ഡെൽറ്റ TB ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി ആണ്. സോ ഡെൽറ്റ TB is equal to പ്രപ്പോർഷണാലിറ്റി മാറ്റി KB എന്നൊരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ മൊളാലിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ശരിയല്ലേ? സോ ഡെൽറ്റ ഫൈനൽ ആയിട്ട് മൊളാലിറ്റി ഇക്വേഷൻ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഡെൽറ്റ TB is equal to ഇവിടെ എന്താ ഉള്ളത്? KB അല്ലെ? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് KB ഇൻറ്റു മൊളാലിറ്റിന്റെ ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കട്ടെ. WB into 1000 divided by MB
into WA. മൊളാലിറ്റിക്ക് ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ പ്ലസ് 1 ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ്. മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചാണ്. ഓക്കെ, അപ്പൊ WB into 1000 by MB into WA. ഇത് B ആണ് കേട്ടോ. MB into WA. ഇതാണ് ഡെൽറ്റ TB. ഡെൽറ്റ TB എന്ന് വെച്ചാൽ എന്താ സാധനം? എലിവേഷൻ ബോയിലിംഗ് പോയിന്റിന്റെ ഫൈനൽ ഇക്വേഷൻ. ഈസി ആണ്. ഇക്വേഷൻ ഡെറിവേഷൻ ഡിറൈവ് ചെയ്യാൻ തന്നെ പഠിച്ചു വെക്കാൻ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇത് വൃത്തിയായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് വൃത്തിയായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് വൃത്തിയായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ അത് വൃത്തിയായിട്ട് മനസ്സിലാവൂ. അല്ലെങ്കിൽ രണ്ടും കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തതിലേക്ക് കിടക്കാം. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ശരിയല്ലേ? അപ്പൊ ആദ്യം നമ്മൾ തൊട്ട് മുന്നേ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ബോയിലിംഗ് പോയിന്റ്, അല്ലെ? എന്താണ് ബോയിലിംഗ് പോയിന്റ്? നമ്മൾ വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറും വേപ്പർ പ്രഷറും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ഫ്രീസിംഗ് പോയിന്റ്? എന്താണ് ഫ്രീസിംഗ് പോയിന്റ്? ഐസ്, വെള്ളം, ജസ്റ്റ് നോർമൽ നമ്മൾ കുടിക്കുന്ന വെള്ളം ഐസ് ക്യൂബ് ആവുന്ന ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സബ്സ്റ്റൻസ്, ആ ഒരു സബ്സ്റ്റൻസിന്റെ സോളിഡ് ഫോമും ലിക്വിഡ് ഫോമും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ടെമ്പറേച്ചറിനെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. ഒരു സബ്സ്റ്റൻസ്, അതായത് നമ്മുടെ വെള്ളം H2O സോളിഡ് ഫോമും അതായത് ഐസ് ക്യൂബും ലിക്വിഡ് ഫോം അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളവും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുക. അത് എന്താണ് ഫ്രീസിംഗ് പോയിന്റ്? അപ്പൊ നമുക്ക് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എങ്ങനെ പറയാൻ പറ്റും? ഒരു സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് അത് പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? കുറവ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് ലോവർ ദാൻ ദി ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ പ്യുവർ സോൾവെന്റ്. അപ്പോ നമ്മൾ ഫ്രീസിംഗ് പോയിന്റ്, നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് ടെമ്പറേച്ചറിന് TF എന്ന് കൊടുത്തു. ഓക്കെ, പ്യുവർ സോൾവെന്റിന് ഞാൻ T0F എന്ന് കൊടുത്തു. പ്യുവർ സോൾവെന്റിനേക്കാളും നമ്മുടെ ഇത് എന്താണെന്നാണ് പറഞ്ഞത്? കുറവാണ് എന്നാണ് പറഞ്ഞത്. സോ ലെസ് ദാൻ ആണ്. ഓക്കെ, കുറവാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് എന്തിന്റെ ഡെറിവേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് അല്ലേ? സോ നമുക്കൊരു എക്സ്ട്രാ ടേം കൊണ്ടുവരണ്ടേ? ഡെൽറ്റ TF, അതായത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണ് ഡെൽറ്റ TF. അതിനെ നമ്മൾ ഇക്വേഷൻ കൂടെ എഴുതണല്ലോ. ഡെൽറ്റ TF is equal to T0F minus TF. ഓക്കെ, നമ്മൾ തൊട്ടുമുന്നേ ഡെൽറ്റ TB ചെയ്തില്ല, അതേപോലെ ഡെൽറ്റ TF is equal to T0F minus TF എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷനാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ തൊട്ടുമുന്നേ എന്താ പറഞ്ഞത്? നമ്മുടെ ഈ സാധനം, അതായത് ഡെൽറ്റ TF ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഒരു ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി ആയിരിക്കും. ബോയിലിംഗ് പോയിന്റിന്റെ കേസിൽ അതേപോലെയായിരുന്നു, ഇവിടെയും അതേപോലെയാണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡെൽറ്റ TF ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി എഴുതിക്കൂടെ? മൊളാലിറ്റിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണല്ലോ, മൊളാലിറ്റി എഴുതാം. നമ്മുടെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താ വരിക? നേരത്തെ എന്താ വന്നത്? KB എന്നാണ് വന്നത് അല്ലെ? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ആണ് വന്നത് അല്ലെ? സോ ഇവിടെ എന്താ വരിക? KF എന്നാണ് വരിക. KF into M. അപ്പൊ ഇവിടെ KF എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് എന്താണ്? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ KF എന്താണെന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ ഇക്വേഷൻ കിട്ടി. ഡെൽറ്റ TF is equal to KF into M. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ M എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ മൊളാലിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന്റെ അവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ പോരെ? മതി. അപ്പൊ ഡെൽറ്റ TF is equal to KF. ഇനി ഈ എമ്മിന്റെ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ എമ്മിന്റെ അവിടെ ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? തൊട്ടുമുന്നേ ഏത് ഇക്വേഷൻ പഠിച്ചത്? WB into 1000 divided by MB into WA. ഇതാണ് ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഫൈനൽ ഇക്വേഷൻ. അപ്പോ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് പക്കയായിട്ട് പഠിച്ചിട്ട് കുട്ടിക്ക് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഈസി ആയിരിക്കും. അപ്പൊ ഇൻഡിവിജ്വലി രണ്ടും പഠിക്കാം. ആൻഡ് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക്, തിയറി ടോപ്പിക്കിലേക്ക് കിടക്കാം. നാലാമത്തെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത ടോപ്പിക്കിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സോൾവെന്റ് ഫ്രം എ സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഞാൻ ഒരു ബീക്കർ വരയ്ക്കാം, രണ്ട് ബീക്കർ വരയ്ക്കാം. രണ്ട് ബീക്കറും അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഒരു ബീക്കർ അല്ലെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ടാണ്. ഓക്കെ, ഇത് രണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ടാണ്. ഇവിടെ ഞാനൊരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ ഒരു സൊല്യൂഷൻ A എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ B എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഇവിടെ ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. ഈ A എന്ന് പറഞ്ഞ സൊല്യൂഷന്റെ പ്രത്യേകത ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ആണ്.
ഓക്കെ, ഇവിടെ കമ്പാരിറ്റീവ്ലി ലോ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോസിസ് എന്ന പ്രോസസ് എന്താണ്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോവുക. ഏതിലൂടെയാണ് പോകുന്നത്? സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുക. സോ ഞാൻ ഒന്നുകൂടെ വായിക്കാം. സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സോൾവെന്റ് ഫ്രം എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ നിന്നും സോൾവെന്റ്, സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സോൾവെന്റ് ഫ്രം എ സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഞാൻ നേരെ തിരിച്ചിട്ടാണ് പറഞ്ഞത്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് അല്ല, ലോവറിൽ നിന്നും ഹയറിലേക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, അപ്പോ from lower concentration to one of the higher concentration when they are separated by a semi permeable membrane. ഒന്നുമില്ല, രണ്ട് സൊല്യൂഷൻ എടുത്തു, ഒന്ന് ഹയർ കോൺസെൻട്രേഷൻ ഒന്ന് ലോവർ കോൺസെൻട്രേഷൻ. അപ്പൊ ലോവർ കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷനിൽ നിന്നും സോൾവെന്റ് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോവുക. ഏതിലൂടെയാണ് പോകുന്നത്? ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണ് പോകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുക. ഇതിന് ആവശ്യമുള്ള പ്രഷറിനെ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്നും പറയും. ഓക്കെ, ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ ഫോക്കസ് ഏരിയ ടോപ്പിക്സും കവർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പോയി ജോയിൻ ചെയ്ത് ചോദിക്കാം. റാപ്പിഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.